ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സൈമാറ്റിക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 മാത്സിന്റെ 9th ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 3rd എക്സസൈസ് ആണ്. അപ്പൊ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ y = a e⁻³ x b e⁻²x. അപ്പൊ നമ്മൾ ഇതിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ y' കാണാണ്. y' ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു കേട്ടോ. തന്നേക്കുന്ന ഇക്വേഷന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. y' = 3a e⁻³ -2b e⁻²x. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ദെൻ y" കാണാണ്. അപ്പൊ എന്ത് വരും? 9a e⁻³ +4b e⁻²x. ദാറ്റ് ഈസ് ഇക്വേഷൻ 3. ഇനി നമുക്ക് എനെയും ബിനെ എലിമിനേറ്റ് ചെയ്യണം, കാരണം എയും ബിയും ആണ് കോൺസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ × 3 ചെയ്തിട്ട് മൈനസ് ഇക്വേഷൻ 2 ചെയ്യാണ്. അപ്പൊ എന്ത് വരും? 3a e⁻³ -3a e⁻³ ക്യാൻസൽ ആയി പോകും. 3b e⁻²x മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. സോ 3b + 2b ദാറ്റ് ഈസ് 5b e⁻²x = 3y + y'. അതായത് ഇതിനകത്തുനിന്ന് b e⁻² -2x എന്ത് കിട്ടും? 3y + y' / 5. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ × 2 ചെയ്തിട്ട് അതിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാണ്. ഇനി നമുക്ക് ഇവിടെ b e⁻² കിട്ടി. അതുപോലെ തന്നെ ഇനി നമുക്ക് a e⁻3x വേണം. അപ്പോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ × 2 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 2a e⁻3x + 3a. അപ്പൊ 2 + 3 5a e⁻3x. ഇവിടെ 2b -2b 0. റൈറ്റ് സൈഡിൽ എന്ത് വരും? 2y + y'. ഇതിൽ നിന്ന് a e⁻3x എന്ത് കിട്ടും? 2y + y' / 5. -2 അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 3y - y' എന്ന് വരും. ഇവിടെ 3y - y' / 5 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യുന്നത് a e⁻3x-ന്റെയും b e⁻²x-ന്റെയും വാല്യൂ നമ്മൾ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? y" = 9/5 × 2y + y' +4/5 × 3y - y'. ഓക്കെ, ഇനി രണ്ടിടത്തും /5 കോമൺ ആയിട്ടുണ്ട്. അത് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ × 5 ആയി. സോ 5y'. ഇവിടെ എന്ത് വരും? 5y" = 18y + 12y 30y. 9y' - 4y' + 5y'. 5 എല്ലായിടത്തും ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? ഇവിടെ 6 വരും, ഇവിടെ നിന്ന് 5 പോകും. അപ്പൊ 6y + y' - y" = 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് ഹൈപ്പർബോള. ഇവിടെ ഹൈപ്പർബോളയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫിഗർ ഒന്ന് വരയ്ക്കാം. ഹൈപ്പർബോളാസ് ഹാവിംഗ് ഫോസൈ ഓൺ എക്സ് ആക്സിസ്. ഫോസൈ എക്സ് ആക്സിസ് ആണ്. സോ ഹൈപ്പർബോള ഇങ്ങനെ വരും. ഓക്കെ, ദെൻ ഹാവിംഗ് ഫോസൈ ഓൺ എക്സ് ആക്സിസ് ആൻഡ് സെന്റർ അറ്റ് ഒറിജിൻ. സെന്റർ ഒറിജിൻ ഇവിടെയാണ്. അപ്പോ ഈ ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ x² / a² - y² / b² = 1 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പൊ എന്ത് വരും? 2x / a² - 2y × y' / b² = 0. അപ്പൊ ഇതിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്താൽ അതങ്ങ് 0 ആയി പോകും. ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണ്. ഇതിനെ നമ്മൾ x/a² = y' / b² എന്ന് കൊടുക്കുകയാണ്. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ദെൻ ഇതിനെ ഒന്നോടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? 1/a² =
1/b square into first into derivative of second plus second into derivative of first. So y dash into y dash is y dash square. Okay, ഇനി ഈ 1/a സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ നേരെ ഇക്വേഷൻ 1 കൊടുക്കുകയാണ്. അപ്പൊ x into 1/a square ആണ്. സോ into 1/b square into y double dash plus y dash square equal to y dash by b square. അപ്പൊ രണ്ടിടത്തും ഈ എക്സിനകത്തേക്ക് എടുത്ത x by b square എന്ന് വരും. രണ്ടിടത്തും b square ഡിനോമിനേറ്ററിൽ ഉണ്ട്. സോ നമ്മള് b square കട്ട് ചെയ്തു പോയി. അപ്പൊ എന്ത് വന്നു? xy y double dash plus xy dash square minus y dash equal to 0. Okay. Next question, form differential equation of family of circles having center on y-axis and radius 3 units. അപ്പോൾ ഫസ്റ്റ് ഫിഗർ വരയ്ക്കുക. സെന്റർ y-ആക്സിസിലാണ്. അപ്പോൾ സർക്കിൾ ഏകദേശം ഇങ്ങനെ വരും. റേഡിയസ് 3 യൂണിറ്റ്സ് ആണ്. ഇത്രയും ഒരു 3 യൂണിറ്റ്സ് ആണ്. ദെൻ നമ്മൾ ഈ സെന്ററിനെ 0b എന്ന് എടുക്കുകയാണ്. റേഡിയസ് 3 യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് മൈനസ് എ ഇവിടെ 0 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? 2x പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് ബി ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു 0. ഇപ്പൊ 2 രണ്ടിടത്തും ഉണ്ട്, അതങ്ങ് പോവും. അപ്പൊ ഇവിടുന്ന് വൈ മൈനസ് ബി എന്ത് കിട്ടും? മൈനസ് എക്സ് ബൈ വൈ ഡാഷ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു 0 ഈക്വൽ ടു 9. അപ്പൊ ബി അങ്ങ് എലിമിനേറ്റ് ആയി. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ, അത് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ ഡാഷ് സ്ക്വയർ. ഇതിനെ റൈറ്റിലേക്ക് എടുത്താൽ ഈക്വൽ ടു 9 വൈ ഡാഷ് സ്ക്വയർ. അപ്പോൾ വൈ ഡാഷ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 9 പ്ലസ് 1 ഈക്വൽ ടു 0. പിന്നെ വൈ ഡാഷ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 9 പ്ലസ് 1 ആണോ? പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? വൈ ഡാഷ് ഇവിടെ എക്സ് സ്ക്വയർ വൈ ഡാഷ് സ്ക്വയർ, ഇവിടെ 9 വൈ ഡാഷ് സ്ക്വയർ, അത് ഒരുമിച്ച് എടുത്തു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ ഇൻറ്റു 1, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് y. അപ്പൊ ഇവിടെയുള്ള രണ്ട് വേരിയബിൾസ് എന്തൊക്കെയാണ്? എക്സും വൈയും. വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. അതായത് എക്സും വൈയും രണ്ട് വേരിയബിൾ ഉണ്ട്. എക്സിന്റെ വേരിയബിൾസ് വരുന്നതിനൊക്കെ ഒരു സൈഡിലേക്കും വൈനെയൊക്കെ മറ്റേ സൈഡിലേക്കും എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 2 മൈനസ് വൈയും ഡി വൈയും ആണ് ഇവിടെ വൈയുടെ വൈ വേരിയബിൾ വരുന്നത്. സോ ഇതിനെ എങ്ങനെ എഴുതാം? dy ഇൻറ്റു 2 മൈനസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് 2 മൈനസ് വൈ ഇൻറ്റു ഡി വൈ എന്ന് കൊടുക്കുകയാണ്. ദെൻ ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും? 2y മൈനസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് സി ഈക്വൽ ടു, ഞാൻ ഇവിടെ C1 C2 എന്നൊന്നും കൊടുക്കണില്ല, കോമൺലി ഒരു കോൺസ്റ്റന്റ് കൊടുക്കണുള്ളൂ, അങ്ങനെ എടുക്കുകയാണ്. ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് സി. ഈ 2 കളയാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് നമ്മൾ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് വരും? 4y മൈനസ് വൈ സ്ക്വയർ. കോൺസ്റ്റന്റ് അങ്ങനെ നിർത്തുക കേട്ടോ, കാരണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു കോൺസ്റ്റന്റ് എന്ത് തന്നെയാണ്? ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. എക്സ് സ്ക്വയർ വേണമെങ്കിൽ നിങ്ങൾക്ക് C1 C2 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ ഡയറക്റ്റ് ചുമ്മാ സി എന്ന് കൊടുക്കുന്നുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ
പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x മൈനസ് 4y പ്ലസ് c ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx ഈക്വൽ ടു മൈനസ് 4x y square given that y equal to 1 when x equal to 0. അപ്പോൾ ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് എന്ന് വെച്ചാൽ കോൺസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ dy by dx equal to മൈനസ് 4x y square എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ dy ഡിവൈഡഡ് ബൈ y square equal to dy divided by y square is equal to minus 4x into dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 by y സ്ക്വയറിൻ്റെ മൈനസ് 1 by y ഈക്വൽ ടു മൈനസ് 4 into x സ്ക്വയർ ബൈ 2. അപ്പോൾ മൈനസ് 2x സ്ക്വയർ പ്ലസ് ഒരു c കൊടുക്കുകയാണ്. ദെൻ ത്രൂ ഔട്ട് ഒരു മൈനസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2x സ്ക്വയർ മൈനസ് c. ദെൻ 1 by ചെയ്യാണ്, ഒന്നുകൂടെ ഇൻവേഴ്സ് എടുത്തു. അപ്പോൾ y ഈക്വൽ ടു 1 by 2x സ്ക്വയർ മൈനസ് c. ഇനി നമ്മൾ y ഈക്വൽ ടു 1 വെൻ x ഈക്വൽ ടു 0. അപ്പോൾ 1 ഈക്വൽ ടു 1 by മൈനസ് c, അതായത് മൈനസ് c ഈക്വൽ ടു 1, c ഈക്വൽ ടു മൈനസ് 1. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, y ഈക്വൽ ടു 1 by 2x സ്ക്വയർ പ്ലസ് 1. ഓക്കെ, next question, in a bank principal increases continuously at the rate of 5% per year. Per year la 5% ആണ് rate of interest. In how many years 1000 rupees double itself? എത്ര ഇയേഴ്സ് കഴിയുമ്പം 1000 rupees 2000 rupees ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പലിനെ നമ്മൾ പി വെച്ചും ടീനെ ടൈം പീരീഡ് വെച്ചും ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് എ പ്രിൻസിപ്പൽ, dp by dt is equal to rate എന്താണ് 5/100 into പ്രിൻസിപ്പൽ p. ഓക്കെ, അപ്പോൾ ഇതിനെ dp by p എന്ത് വരും? 5/100 into dt. ഓക്കെ, അപ്പോൾ dp by p ഈക്വൽ ടു dt 5/100 എന്ത് വരും? dt by 20. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, log p is equal to 1 by 20 into t. കോമൺ ആയിട്ട് രണ്ടിടത്തും കൂടിയുള്ള ഒരു c റൈറ്റ് സൈഡിൽ കൊടുക്കുകയാണ്, പ്ലസ് c. ഇതിനെ 1 by 20 into tനെ t by 20 എന്ന് എഴുതാണ് കേട്ടോ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലോഗിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും e റേസ് ടു എടുക്കുകയാണ്. e റേസ് ടു log p എന്താണ്? ഇയും ലോഗും കട്ടായി പോകും. ഇ റേസ് ടു ലോഗ് പി എന്ന് പറഞ്ഞാൽ പി തന്നെയാണ്. ദെൻ ഇ റേസ് ടു ടി ബൈ 20 ഇൻറ്റു ഇ റേസ് ടു സി. ഇ റേസ് ടു സി എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെയാണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. സോ ഇ റേസ് ടു ടി ബൈ 20, പിന്നെ ഇ റേസ് ടു എ പ്ലസ് ഇ റേസ് ടു ബി, ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ആണ്. സോ ഇ റേസ് ടു ടി ബൈ 20 ഇൻറ്റു സി എന്ന് കൊടുത്തു. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് 1000 rupees ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് ടി ഈക്വൽ ടു 0. ഇപ്പോൾ ഉള്ള ടൈം പീരീഡ് എന്താണ്? 0. ഒരു വർഷം കഴിയുമ്പോൾ ടി എന്താവും? ടി ഈക്വൽ ടു 1 ആവും. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ പി എന്താണ്? 1000 ആണ്. അത് നമുക്കറിയാം. അപ്പോൾ 1000 ഈക്വൽ ടു ഇ റേസ് ടു 0. ഇ റേസ് ടു 0 ഈസ് 1 സി. അപ്പൊ സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1000 എന്ന് കിട്ടി. അപ്പൊ പി ഈക്വൽ ടു 1000 e raised to t by 20. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? ഈ 1000 2000 ആവുമ്പോൾ എത്ര ഇയർ എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് പി എന്താവണം? 2000 ആവണം. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു ടി ബൈ 20 ഈക്വൽ ടു 2. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുകയാണ്. അപ്പൊ ലോഗ് എടുക്കുമ്പോൾ ലോഗ് ഇ റേസ് ടു ടി ബൈ 20 എന്ത് വരും? ലോഗ് ഇയും കട്ടായി പോകും. സോ ടി ബൈ 20 ഈക്വൽ ടു ലോഗ് 2. അപ്പൊ ടി എന്താണ്? 20 log 2. ടി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ടി 20 log 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 4th എക്സസൈസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ +2 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.